ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ ഭംഗിയായിട്ട് തൊഴുതിറങ്ങി. ഇനി ഞങ്ങൾ ഇവിടെ വന്നൊരു സ്റ്റേ ഒക്കെ എടുത്ത് ഇനി ഞങ്ങൾ പോകുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത്. അങ്ങോട്ട് പോവാൻ ഡ്രൈവർ ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ ഇനി ഓട്ടോ പിടിച്ച് വേണം പോകാൻ. കുറച്ച് ദൂരം ഉണ്ടല്ലേ ചേച്ചി? എത്ര കിലോമീറ്റർ ഉണ്ട്? 130 രൂപ ഉണ്ടല്ലോ. 130. ഇനി ഞങ്ങൾ പറശ്ശിനിക്കടവിലോട്ട് പോവുക. എല്ലാവരും ചടപടയെന്ന് പറഞ്ഞ് കുളിച്ച് ഒരുങ്ങിയതൊന്നുമില്ല. മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ്. പെട്ടെന്ന് മുടിയൊന്നും കെട്ടിയില്ല, നനഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോവുക. അവിടെ ചെന്നിട്ട് ബാക്കിയൊക്കെ കാണിക്കാം. കുറേ പേര് പോയി, ഞങ്ങളെ ഉള്ളെന്ന് തോന്നുന്നു ലാസ്റ്റ്. ഞങ്ങൾ മുത്തപ്പൻ്റെ അവിടെ വന്ന് നടന്ന് ഇച്ചിരി അങ്ങ് പോകണമെന്ന് തോന്നുന്നു ഇവിടുന്ന്. അപ്പോൾ അതാണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ വന്ന് അമ്പലത്തിനകത്ത് ഇതാണ്ട് നമ്മളെ തെയ്യം, നമ്മളെ മുത്തപ്പനൊക്കെ 2 പേര് തെയ്യമൊക്കെ ആയിട്ട് മുത്തപ്പൻ ഇവരുടെ ശരീരത്ത് ആ സമയത്ത് കയറുമെന്ന്. രാവിലെ 6:30 തൊട്ട് 8:30 വരെ വെള്ളാട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സംഭവം. അപ്പോൾ ഇത് കാണാനായിട്ട് ഞങ്ങൾ നേരത്തെ അവിടെ എത്തി കേട്ടോ. വിനോദണ്ണൻ കറക്റ്റ് സമയങ്ങളൊക്കെ പറഞ്ഞു തന്നോണ്ട് ഞങ്ങൾ ആ സമയത്തിന് തന്നെയൊക്കെ എത്തി. അപ്പോൾ കണ്ട നമ്മൾ അമ്പലത്തിനകത്ത് ഈ തെയ്യം എല്ലാം കഴിഞ്ഞിട്ട് ഈ പുറത്ത് പടിഞ്ഞാറേ വശത്തൂടെ പുറത്തിറങ്ങി അവിടെ ഒരു, എനിക്ക് തോന്നുന്ന എന്തോ ഇല്ലവോ പഴയ ഈ കാരണവന്മാരായിട്ടുള്ളതോ, അവിടെ ചെന്ന് എന്തൊക്കെയോ ഈ തെയ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തുവാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും പറഞ്ഞിട്ട് കണ്ട് ഇതിലേ കൂടെ തന്നെ അങ്ങകത്ത് പോയി ആ വെള്ളാട്ടം അവസാനിക്കുക കേട്ടോ. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന നായ്ക്കളെ കേട്ടോ. ഒരുപാട് നായ്ക്കളുണ്ട് അവിടെ. അതിനകത്തൊക്കെ അങ്ങ് നടക്കുക. പിന്നെ നമ്മളെന്തുവാ ഈ പരിസരവും ഇതാണ് ഫ്രണ്ട് വശം. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലെല്ലാം വന്ന് തൊഴുത് നല്ല ഒരു ഭംഗിയാണ്. ഫ്രണ്ടിൽ നല്ല കായലാണോ പുഴയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. പുഴയായിരിക്കും, അവിടെയൊക്കെ കായലുകൾ കുറവല്ലേ. പുഴയാണെന്നാ എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ വേണ്ട എല്ലാവരും തൊഴുത് ഭംഗിയായിട്ട് തൊഴുത് കേട്ടോ. എല്ലാം ഭയങ്കര, എല്ലാം പോയ ഇതുവരെയുള്ള അമ്പലങ്ങളിലെല്ലാം നല്ല ഭംഗിയായിട്ട് പൂജയും കർമ്മങ്ങളും എല്ലാം കാണാൻ പറ്റി നമുക്ക്. പിന്നെ ഇവിടെ ബോട്ട് സർവീസും ഹൗസ് ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതാ പോകുന്ന ഒരു പുള്ളിക്കാരനെ കണ്ട. ഇവർ തന്നെ ഇവിടെ മൊത്തം കട്ടകാപ്പി ഉണ്ടാകത്തിരുന്ന. എവിടെ ചെന്നാലും കടവൂർക്കാരില്ലാത്ത സ്ഥലമില്ല. കടവൂരത്തെ ഒത്തിരി പേരെ കണ്ട്. ആരെ വണ്ടി വന്നു ചേച്ചി? ആ, മുത്തപ്പൻ്റെ അടുത്ത് വന്ന് കണ്ട തൊഴുത് ഞങ്ങൾ വേണ്ട എല്ലാവരും കാലൊക്കെ കഴുകുന്നു. എന്ത് സബിത ചേച്ചിയാണുണ്ട്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഓ, അവിടെ കിടപ്പുണ്ട്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ബോട്ട് യാത്രയുണ്ട്. കമ്മല്, മാല എല്ലാരും നോക്കുക. അടിപൊളി. ഇതിന് വേറെ പീസുണ്ടാ? ഞങ്ങള് തൊടുതട്ടൊക്കെ വന്ന് എല്ലാവരും കൂടെ ട്രാവൽ ചെയ്തിട്ട് ഇന്ത്യൻ ബോക്സിംഗ് ഹൗസിൽ പൂരി മസാല, എന്ത് പറഞ്ഞ റോസ്റ്റ് ചപ്പാത്തി. ഇത് പൂരിക്കാരി ഇന്നലെ പൂരി കഴിച്ചു. അപ്പോൾ ഞാൻ മേടിച്ച് ഞാനും പൂരി കഴിക്കാന്ന് ചോദിച്ചു. അതാ റോസ്റ്റാ. നല്ലപോലെ തൊഴുത് ഞങ്ങൾ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇതുവരെ എങ്ങും മലഞ്ഞിട്ടില്ല അല്ലേ? എല്ലായിടവും നല്ലപോലെ തൊഴുത്. ഇനി എങ്ങോട്ടാന്ന് പറഞ്ഞേ? മാമനത്ത്.
കഴിക്കട്ടെ. വിശന്ന് ഞങ്ങൾ അവിടെ നിന്നല്ലേ ഇറങ്ങി ബസ്സിനകത്ത് കയറി ഞങ്ങൾ ദാണ്ട അവിടെ നിന്ന് ഇറങ്ങി ശ്രീ മാമിനിക്കുന്ന് ശ്രീദേവി ക്ഷേത്രത്തിലെത്തി കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു നെയ്വിളക്കും അതിന് 10 രൂപ എന്തോ, പിന്നെ ഒരു തേങ്ങ മേടിച്ച് കൊടുക്കുമ്പം ഈ തേങ്ങയുടെ നടുക്ക് തിരുമേനി അകത്ത് ചെന്ന് തിരി ഇങ്ങനെ കത്തിച്ച് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് നമ്മൾ ആ തേങ്ങയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറികടന്ന് ഒരു 3 വട്ടം മറികടന്നിട്ട് ഒരു കത്താൾ തരും നമ്മുടെ കയ്യിൽ. നമ്മളത് തല്ലി പൊട്ടിക്കണം. ചിലർ 2 പീസാവും, ചിലർ പൊട്ടിക്കുന്നത് തെറിച്ച് പോവും. ഞങ്ങൾ മാമനത്ത് ദേവി ക്ഷേത്രത്തിൽ വന്ന് അവിടുന്ന് അന്നദാനമൊക്കെ കഴിക്കേണ്ടത് കുറച്ച് ഞങ്ങൾക്ക് ഷീജ ചേച്ചി പോയി ചോദിച്ചു ഞങ്ങൾ കൊല്ലത്തുനിന്ന് വന്ന് കയറ്റി വിടുമെന്ന്. ഇത്രയും ആളുകൾ എന്നിട്ട് ഞങ്ങളെ കയറ്റി വിട്ട്. നല്ല ഊണായിരുന്നു കേട്ടോ. കിട്ടത്തില്ലെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്തായാലും ഷീജ ചേച്ചി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഓടിച്ചെന്ന് ഒരു സാമ്പാറും ഒരു ഉള്ളി ഉടച്ച എന്തൊരു ടേസ്റ്റാണ് എൻ്റെ അമ്മച്ചി അതിന്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ വേറെ എന്തുവായിരുന്നു, കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പായസവും നമ്മുടെ അരിപ്പായസം ശർക്കര പായസം കൊണ്ടുവന്ന് നമ്മുടെ എന്ത് നല്ല കൃത്യനിഷ്ഠയായിട്ട് അവർ ഓരോരുത്തരെ ഇരുത്തുന്നത്. അവർ പറയുന്നിടത്ത് നമ്മൾ പോയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ട് കഴിഞ്ഞ് ഇതെല്ലാം നമ്മുടെ ബസ്സിൽ വന്ന ആൾക്കാരാട്ടോ. നമ്മളെല്ലാവരും ഉണ്ട് കഴിഞ്ഞ് വന്നവരെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുക. അപ്പോൾ എനിക്കിരിക്കാൻ മാത്രം സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ആണെന്ന് പറഞ്ഞ് വീഡിയോയിൽ കാണിച്ചാൽ മാത്രമേ സ്ഥലം തരത്തോളൂ എന്ന് എനിക്കിരിക്കുക. ശരിയായതേ ഇല്ല, ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. എല്ലായിടത്തും തൊഴുത് എങ്ങും പലച്ചിലല്ലേ ഇല്ല, എല്ലായിടവും നല്ലപോലെ തൊഴുത് കാഞ്ഞങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം. നോക്ക അമ്പലത്തിൻ്റെ ഒരു ഭംഗി, ഒരു രസമില്ലേ, നല്ല രസമുണ്ട്. നോക്ക്, പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രം. വേറെ കുളം കണ്ടുണ്ട് അവിടെ. എന്തുവാ കാലുവേദനയും ശരീരവേദനയൊക്കെ മാറുന്നു. വെള്ളം ശിവൻ എവിടെ കേട്ടോ. ഗൈസ് കാഞ്ഞങ്ങാടല്ല കേട്ടോ, കാഞ്ഞിരങ്ങാട് ശിവക്ഷേത്രം ശ്രീ വൈദ്യനാഥ ക്ഷേത്രമാണ്. അവിടെ വീഡിയോ എടുക്കാൻ അവരുടെ പെർമിഷൻ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡേ എടുത്തുള്ളൂ, ഫ്രണ്ടിലെടുത്തില്ല കേട്ടോ. ഇത്രയും അതിമനോഹരമായ നല്ല പ്രകൃതി പ്രകൃതി രമണീയമായ ഒരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഒരു രസമായിരുന്നെന്നറിയാം. അമ്പലത്തിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു നമുക്ക്. നല്ല സൂപ്പർ അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർ കാണാതെ ഈ ബാക്ക് സൈഡൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്ത് പറയുന്നത്, എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. റീൽസും ഷോർട്സൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. ഈ കണ്ണൂരുകാരുടെയൊക്കെ ഒരു ഭാഗ്യമേ, എന്ത് നല്ല സ്ഥലങ്ങളെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താണ്ട് ഇതെല്ലാം ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് നടക്കുക കേട്ടോ. അമ്പലം ഇത് ഊട്ടുവരെ ഇവിടുത്തെ. നമ്മളാ സ്റ്റെപ്പ് കയറ്റി ഭഗവാന്റെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കയറി നമ്മളെ തൊടിയിക്കും ഇവിടെ. പ്രസാദം ഒന്ന് കാണിച്ച പ്രസാദം കണ്ട ഇതാ. അപ്പോൾ അതാണ്ട് ഇതാണ് അവിടുത്തെ കുളം. ഈ കുളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ നമ്മളുടെ സകല ശരീരത്തിലുള്ള അസുഖങ്ങളൊക്കെ മാറി കിട്ടുമെന്നാണ് ഐതിഹ്യം കേട്ടോ. അപ്പോൾ ഞങ്ങളാരും മുങ്ങി കുളിച്ചില്ല, എനിക്കൊക്കെ എടുത്ത് ചാടാൻ വരെ തോന്നി. ഇനി നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോവാണ്. എന്തുവാ ക്ഷേത്രം ചേച്ചി? എന്ത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വന്ന വണ്ടികളാട്ടാ. ഇവിടെ 7 മണിക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ, രാത്രി 7 മണിക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയം നോക്കി ഇവിടെ എത്തിയത്. ഇവിടെ ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ. ഒരുപാട് താഴെ എല്ലാ ബസ്സുകളാണ്, ടൂറിസ്റ്റ് ബസ്സും വാനും കാറും
ക്ഷേത്രം എവിടാ? ഒരുപാട് പെണ്ണുങ്ങൾ. അമ്പലം എന്തോ അങ്ങാ ഫ്രണ്ടില്. നെയ്വിളക്ക് മേടിക്കണം കേട്ടോ. ഭയങ്കര ആളുണ്ട് കേട്ടോ. റെസീറ്റ് എഴുതാൻ തന്നെ താമസമായിരിക്കും. ഭയങ്കര ആളമ്പലത്തിൽ. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. ഇത് കണ്ട ഭഗവാൻ. അപ്പോൾ ഇതാണ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. ഇവിടെ മെയിൻ മഹാദേവൻ തന്നെ, ബാക്കിൽ പാർവതി ഇരിപ്പുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഈ സതീദേവിയുടെ അഗ്നിയിൽ ചാടിയ ശേഷം ഭഗവാൻ വന്ന് സതീദേവിയും കൊണ്ട് കാലങ്ങളോളം ഇങ്ങനെ നടന്ന് ഭൂമി ഏതാ ആകാശം ഏതാണെന്നറിയാതെ ഭഗവാൻ നടന്നപ്പം മഹാവിഷ്ണു വന്ന് ആ സുദർശന ചക്രവും കൊണ്ട് സതീദേവിയെ പല ചിഹ്ന ഭിന്നങ്ങളാക്കിയപ്പോൾ ആ തല വന്ന്, ദേവിയുടെ തല വന്ന് ഈ ക്ഷേത്രത്തിൽ വീണപ്പെടുന്നെന്നാണ് ഐതിഹ്യം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഞാൻ കഥ കേട്ട് ഞാൻ പറഞ്ഞു തന്നെ. ഇതിൻ്റെ ആധികാരികമായുള്ള കഥയൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഒരു 2 മണിക്കൂറോളം ക്യൂ നിന്ന് ഞങ്ങളിവിടെയും തൊഴുതിറങ്ങി. അപ്പോൾ ഇനി നമ്മളെ വീട്ടിലോട്ട് പോകുക. അതോ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ടൂറോ കാര്യങ്ങളോ എന്തെങ്കിലും അമ്പല ദർശനമോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. അവരതെല്ലാം എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഇത് പ്രൊമോഷനൊന്നുമല്ല, നല്ല സേഫായിട്ട് പോയിട്ട് വരാം, നല്ല കെയറോടെ കൊണ്ടുപോകും. പിന്നെ ഇത് നമ്മളുടെ സൗകര്യം അനുസരിച്ച് അവർ പോകുന്നത്, അല്ലാതെ അവരുടെ സൗകര്യം അനുസരിച്ചല്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ ഈ വീഡിയോസ് ഇവിടെ അവസാനിക്കുവാണ്. ആവുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ ടൂറിനെ കുറിച്ചുള്ള ഈ ടൂർ കൊണ്ടുപോയ വിനോദ് ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പോകാൻ, ഏതെങ്കിലും അമ്പലത്തിലോ എന്തെങ്കിലും പോകാൻ താല്പര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ ഇവർ പറയും കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറയുന്നതും കൂടെ ഞാൻ ഇതിനകത്ത് കുറച്ച് കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. നമസ്കാരം. ഞാൻ വിനോദ്, അമർ ടൂർസിൻ്റെ ഡയറക്ടറാണ്. 10 വർഷമായി സ്പിരിച്വലും ലെഷർ ട്രിപ്സും നടത്തി വരുന്നു. ആത്മീയ യാത്രകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള യാത്രയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ലെഷർ ട്രിപ്സും ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും. മുതിർന്നവർക്ക് നമ്മൾ പ്രത്യേകം ഇപ്പം നോക്കാൻ ആളില്ല എങ്കിൽ പോലും നമ്മൾ പ്രത്യേക പരിരക്ഷ കൊടുത്ത്, പ്രത്യേക കെയർ കൊടുത്ത് ഞങ്ങൾ അവരൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൊണ്ടുപോയി ഇന്ത്യയിൽ ഇടനീളമുള്ള ക്ഷേത്രങ്ങൾ. ടൂർസിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത, ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള ഏറ്റവും സുരക്ഷിതമുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വാഹനമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ മാസവും നമ്മൾ സ്പിരിച്വലും ലെഷർ ട്രിപ്സും നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഏത് യാത്രയ്ക്കും ഞങ്ങളെ സമീപിക്കാം. നമസ്കാരം.